കിച്ചൺ. അപ്പോൾ ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിഷായിട്ടാണ്. അതായത് നമ്മൾ കടലിൽ നിന്ന് കിട്ടുന്ന ശംഖ് എന്ന് പറയുന്ന ഒരു ഫിഷ് ഐറ്റം ഉണ്ട്. അപ്പം ഇതെന്ന് വെച്ചാൽ ഒരു പ്രത്യേക രീതിയിലൊക്കെയാണ് കുക്ക് ചെയ്യുന്നത്. അത് ഞാൻ എങ്ങനെയാണ് നല്ല ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ കാണിച്ചു തരാം. അപ്പം നമുക്ക് എങ്ങനെയാണ് ശംഖ് കുക്ക് ചെയ്യുന്നത് നോക്കിയിട്ട് വരാം. പിന്നെ നിങ്ങൾ ഈ ശംഖ് അധികം ആൾക്കാർ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. അധികം ആൾക്കാർ കണ്ടു കാണത്തില്ലായിരിക്കും. പക്ഷേ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. എപ്പോഴെങ്കിലും നിങ്ങളുടെ കയ്യിൽ കിട്ടുവാണെങ്കിൽ ഇത് ഒരു തവണ ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുൻപായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾക്ക് എങ്ങനെയാണ് ശംഖ് കുക്ക് ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ഇതാണ് ശംഖ് എന്ന് പറയുന്നത്. ഞാനിവിടെ ആദ്യം ചെയ്യുന്നത് ഈ ശംഖ് അടുപ്പിൽ വെച്ചിട്ട് വേവിക്കുകയാണ് ചെയ്യുന്നത്. നല്ലതുപോലെ വെള്ളം, അതായത് ഞാൻ ഒരു ചെറിയൊരു കലത്തിലാണ് ഇത് വേവിക്കുന്നത്, കണ്ടോ. അപ്പോൾ ഇത് നിറയെ ഏകദേശം ശംഖുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് നിറയെ വെള്ളം വെച്ചിട്ടാണ് ഞാൻ വേവിക്കുന്നത്. അടച്ചു വെച്ചാണ് വേവിക്കുന്നത്. നിങ്ങളിപ്പോൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിതൊന്ന് തുറന്ന് കാണിക്കുന്നത്. അപ്പോൾ വെന്ത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ശംഖൊക്കെ ഇവിടെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും ശംഖുണ്ട് കേട്ടോ. ഞാൻ ഒരെണ്ണം എടുത്ത് കാണിച്ചു തരാം. ഇതാണ് ശംഖ് എന്ന് പറയുന്നത്, കണ്ടോ. ഇതാണ് നമ്മൾ വേവിച്ചെടുത്തിരിക്കുന്നത്. ഇതിൻ്റെ തോടിനൊക്കെ കണ്ടോ നല്ല കട്ടിയാണ്. ഇത് ഇതിനകത്ത് നിന്ന് ഇതിൻ്റെ മാംസം പുറത്തോട്ട് എടുക്കുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ മാംസം എന്ന് പറയുന്നത്, കണ്ടോ. ഇതാണ് സംഭവം. അപ്പം ഇതുപോലെ നമ്മൾ ബാക്കിയെല്ലാം ഇങ്ങനെ കുത്തിയെടുക്കണം. അപ്പം നമ്മൾ ശംഖെല്ലാം ക്ലീൻ ചെയ്തിട്ട് ഞാൻ കുക്കറിനകത്ത് ശംഖിൻ്റെ ആ മാംസം എടുത്തിട്ട് കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും മഞ്ഞപ്പൊടിയായിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മളിത് കറിയാക്കി എടുക്കാനായിട്ട് പോകുവാണ്. അപ്പോൾ കറിയാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള, ഇതിപ്പോൾ ഒരു വലിയ പാനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കാരണം ശംഖത്തിരി കൂടുതലുണ്ട്. അതുകൊണ്ടാണ് നമുക്കിത് വഴറ്റിയെടുക്കുമ്പോൾ കുറച്ച് വലിയൊരു പാത്രം വേണം. അതുകൊണ്ടാണ് ഞാൻ വലിയൊരു പാനാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇനി ഇതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാനായിട്ട് പോവുകയാണ്. ഇതിപ്പോൾ കറക്റ്റ് ശംഖിൻ്റെ എത്ര അളവാന്ന് എനിക്ക് പറയാനായിട്ട് പറ്റത്തില്ല കേട്ടോ. കാരണം നമ്മളുടെ ചേട്ടൻ ഇങ്ങനെ ബോട്ടിൽ നിന്ന് ഇങ്ങനെ അതൊരു കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി എടുത്തിട്ട് വന്നതാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള മസാലകളും ഉള്ളിയും കാര്യങ്ങളൊക്കെയാണ് ഞാനിവിടെ എടുക്കുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് എനിക്ക് ക്വാണ്ടിറ്റി പറഞ്ഞു തരാനായിട്ട് പറ്റത്തില്ല കേട്ടോ. പക്ഷേ എങ്ങനെയാണിത് കുക്ക് ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മളിവിടെ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ എണ്ണ ചൂടായി കഴിയുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും ഒരു പച്ചമണം മാറുമ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ ആഡ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ എണ്ണയൊന്ന് ചൂടാവട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ എണ്ണയുടെ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. അത് ഇട്ട് കൊടുക്കാവേ. അപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഏകദേശം ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് പച്ചമുളക് ആഡ് ചെയ്തിട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 8 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയുടെ അളവെന്ന് പറയുന്നത് വെളുത്തുള്ളി 1 കുടം വെളുത്തുള്ളിയും അതിനനുസരിച്ചിട്ടുള്ള ഇഞ്ചിയാണ്, ഒരു വലിയ കഷ്ണം ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ പച്ചമുളക് നെടുകെ കീറിയാണ് ഇട്ടിരിക്കുന്നത്. ഇനി പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലോട്ട് സവോള ആഡ് ചെയ്തിട്ട് കൊടുക്കാം. സവോള ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു 5 സവോളയാണ്. അത് വലിയ സവോളയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. സവോള നീളത്തിലാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി സവോള ഇതിലോട്ട് ആഡ് ചെയ്തിട്ട് കൊടുക്കാം. ഇനി സവോളയിലോട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്തിട്ട് കൊടുക്കാം. സവോളയൊക്കെ പെട്ടെന്ന് വഴണ്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി ഇതെല്ലാം കൂടി ഇട്ട് നല്ലതുപോലെ വഴറ്റി കൊടുക്കാം. ഇനിയൊക്കെ നല്ലതുപോലെ നമുക്ക് സവോള വഴറ്റിയെടുക്കാം. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി കുറച്ച് ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ നമുക്ക് ഇനി ഇടയ്ക്കിടയ്ക്ക് വഴറ്റി കൊടുത്തുകൊണ്ടിരിക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഇവിടെ, അതായത് സവോളയൊക്കെ ഇവിടെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആദ്യം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഇതൊന്ന് വഴറ്റി കൊടുക്കാം. അടുത്തതായിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് മല്ലിപ്പൊടിയാണ്. അപ്പം മല്ലിപ്പൊടി ഇതിൽ കൂടുതൽ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ മഞ്ഞൾപ്പൊടി ഇതിൽ കുറച്ച് ഏകദേശം ഒരു ടീസ്പൂണാണ് ഇട്ടിരിക്കുന്നത്. മല്ലിപ്പൊടി ഒരു ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 4 ടേബിൾ സ്പൂണോളം ഇട്ടിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഇതിൽ ചേർക്കാനായിട്ട് പോകുന്നത് മുളക് പൊടിയാണ്. മുളക് പൊടി ഒരു 2 ടീസ്പൂണാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്.
കാരണം ഇതിൽ നമ്മൾ മുളക് പൊടിയേക്കാളും കൂടുതൽ ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടിയിലാണ് ഈ ഒരു കറി നമ്മൾ തയ്യാറാക്കുന്നത്. കുരുമുളകിൻ്റെ ടേസ്റ്റ് വേണം ഇതിൽ മുന്നിട്ട് നിൽക്കാനായിട്ട്. ഇതിലോട്ട് നമുക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ പെപ്പർ പൗഡർ, അതായത് കുരുമുളക് പൊടി ഒരു 3 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. എന്നിട്ട് ഈ മസാലയുടെ പച്ച മണമൊക്കെ മാറുന്നത് വരെ നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അപ്പോൾ മസാലയ്ക്ക് ഇവിടെ നന്നായിട്ട് വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് പുളിക്ക് വേണ്ടിയിട്ട് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കാനായിട്ട് പോകുവാണ്. ഇതിൽ 2 ടീസ്പൂൺ വിനെഗർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പുളിക്ക് വേണ്ടിയിട്ടാണ് വിനാഗിരി യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി ഇട്ടിട്ട് നല്ലതുപോലെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പം നമ്മുടെ ഈ മസാലയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന, അതായത് വേവിച്ച് വെച്ചിരിക്കുന്ന ശംഖ് ആഡ് ചെയ്തിട്ട് കൊടുക്കാം. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് ശംഖ് നമ്മൾ വേവിച്ച്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മഞ്ഞൾപ്പൊടിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഉപ്പും കൂടി ചേർത്തിട്ട് വേവിച്ച് വെച്ചിരിക്കുവാണ്. അപ്പോൾ ഈ ശംഖ് ഇനി ഇതിലോട്ട് ആഡ് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. നമ്മൾ വേവിച്ച സമയത്ത് ഇതിനകത്ത് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതിൽ ഉപ്പിൻ്റെ ആ ഒരു അളവ് നമുക്കൊന്ന് നോക്കാം, ചെക്ക് ചെയ്യാം. വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ ആഡ് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഇത് ചെയ്യാനായിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലതുപോലെ ഇത് വഴറ്റിയെടുക്കണം. അതായത് നമ്മൾ ബീഫൊക്കെ കുക്ക് ചെയ്യുമ്പോൾ ലാസ്റ്റ് നമ്മൾ ബീഫൊക്കെ ഉലർത്തുമ്പോൾ ഇട്ട് ലാസ്റ്റ് ഇട്ട് നമ്മൾ നന്നായിട്ടിട്ട് വഴറ്റിയെടുക്കത്തില്ലേ, അതുമാതിരി ഇത് നല്ലതുപോലെ നമുക്ക് വഴറ്റിയെടുക്കണം. എന്നിട്ട് ഏറ്റവും അവസാനം നമ്മൾ തീ ഓഫ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതിൽ കുറച്ച് ഗരം മസാല ആഡ് ചെയ്തിട്ട് കൊടുക്കാം. അത്രയേ ഉള്ളൂ. അതോടെ ആകുമ്പോഴത്തേക്ക് നമ്മളുടെ ഈ ഒരു കുക്കിങ് തീരും. അപ്പം ഞാൻ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കട്ടെ കേട്ടോ. ഞാൻ തീ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു മീഡിയം ഫ്ലെയിമിലാണ്. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അപ്പം നമ്മുടെ ശംഖ് ഇവിടെ കുക്കായിട്ട് വന്നിട്ടുണ്ട്, അതായത് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കാനായിട്ട് പോകണം. നമ്മൾ നേരത്തെ മസാല വഴറ്റിയ സമയത്ത് ഗരം മസാല ആഡ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പം ഈ ഒരു ടൈമിൽ നമുക്ക് ഗരം മസാലയും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 1-2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഉപ്പിൻ്റെ ആ ഒരു അളവൊക്കെ കറക്റ്റാണ്, ഞാൻ ചെക്ക് ചെയ്ത് നോക്കി. ഇപ്പോൾ 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡിയാവും. ഇതിന് പറയുന്ന പേര് ശംഖ് വരട്ടിയതെന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ നമ്മുടെ ശംഖ് വരട്ടിയത് ഇവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്ത് കൊടുത്തു. ഇനി ഇതൊരു 15 മിനിറ്റോളം കഴിഞ്ഞിട്ട് നമുക്ക് ഇതെടുത്ത് സെർവ് ചെയ്താൽ മതി. അപ്പോഴത്തേക്ക് കുറച്ചുകൂടെ ഇതിൻ്റെ മസാലയൊക്കെ ഇതിനകത്തൊന്ന് പിടിക്കും. അതിന് വേണ്ടിയിട്ടാണ് 15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാലും യൂസ് ചെയ്താലും ഒരു കുഴപ്പമില്ല. അപ്പം നമ്മുടെ ശംഖ് വരട്ടിയത് ഇവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് ഒരു സൈഡിലോട്ട് അങ്ങ് മാറ്റി വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഉറപ്പായിട്ട് എൻ്റെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒരു കമൻ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾക്കിനി വേറൊരു റെസിപ്പിയുമായിട്ട് കാണുന്നത് വരേക്കും ടിൽ ദെൻ ഇറ്റ്സ് സൈനിങ് ഓഫ് ജിൻസി. താങ്ക് യു.